ഹലോ മക്കളെ, നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് ഒന്നാം ക്ലാസ്സിൻ്റെ ആനുവൽ എക്സാമിന് ഇൻ്റഗ്രേഷൻ 1 അല്ലേ, ഉത്കൃതിതം ഒന്നാം ദിവസത്തെ കുറച്ച് വർക്കുകളാണ് കേട്ടോ. അതിൽ ഏതൊക്കെയാണ് ഉണ്ടാവുക? മലയാളവും ഉണ്ടാവും, മാത്സും ഉണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് മാത്സിലുള്ള ഒരു വർക്ക് നോക്കാം. ഇവിടെ ഒരു ഭാഗത്ത് ഞാൻ ആപ്പിൾ 4 അല്ലേ, ആപ്പിൾ 4 എണ്ണം, ഓറഞ്ച് 5, മാംഗോ 2, ഓറഞ്ച് 5 എണ്ണവും മാംഗോ 2 എണ്ണവും എഴുതിയിട്ടുണ്ട്. അതേ സംഭവം തന്നെ നമ്പേഴ്സ് മാറ്റിയിട്ട് ഓറഞ്ച് ഇവിടെ 3, മാംഗോ 4, ആപ്പിൾ 5 ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ചിലപ്പോൾ മക്കൾക്ക് ഇവിടെ എന്തെങ്കിലും ഒരു പിക്ചർ, ആനിമൽ കേട്ടോ, ഈ ഒരു ഫ്രൂട്ട്സ് പിടിച്ചിട്ടുള്ള പിക്ചറായിട്ട് കേട്ടോ ഉണ്ടാവുക. ഓരോരുത്തരുടെ കയ്യിൽ എത്ര എണ്ണ ഉണ്ട് എന്നുള്ള കണക്കിനാണ് ഉണ്ടാവുക. ചിലപ്പോൾ ഇവിടെ ഒരു ബിയർ ആണെങ്കിൽ, ഒരു കരടി ആണെങ്കിൽ ആ കരടിയുടെ കയ്യിൽ 4 ആപ്പിൾ ആയിരിക്കും. അതേ സ്ഥാനത്ത് ഇവിടെ വേറൊരു ജീവിയുടെ കയ്യിൽ ഒരു 5 ആപ്പിൾ ആയിരിക്കും. അങ്ങനെയൊക്കെ എങ്ങനെയും വരാം. എക്സാമ്പിളായിട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എന്നിട്ട് നമ്മൾ ആപ്പിൾ ആരുടെ കയ്യിലാണോ സെയിം ആയിട്ടുള്ളത് അവരുമായിട്ട് യോജിപ്പിക്കണം. അപ്പോൾ ഇവിടെ ആപ്പിൾ 4 ഉണ്ട്, ഇവിടെ എവിടെ ആപ്പിൾ താഴെയാണല്ലേ. അപ്പോൾ ചിത്രം നോക്കിയിട്ട്, ചിലപ്പോൾ ചിത്രമായിരിക്കും കേട്ടോ, അപ്പോൾ ചിത്രം നോക്കിയിട്ട് മക്കൾ യോജിപ്പിക്കണം. ചിലപ്പം കളറ് കൊടുക്കാൻ പറയും, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കളറ് കൊടുക്കുക. ഇവിടെ ഓറഞ്ച് 5 ഉണ്ട്, അവിടെയോ ഓറഞ്ച് 3, അപ്പോൾ അത് യോജിപ്പിക്കാം. പിന്നെ ഇവിടെ മാംഗോ 2, അവിടെ മാംഗോ 4, അപ്പോൾ അതും യോജിപ്പിക്കാം. എന്നിട്ട് നമ്മളോട് ചോദിക്കും ആപ്പിൾ എത്ര എണ്ണം ഉണ്ട്, ആപ്പിൾ ആകെ എത്ര എണ്ണം ഉണ്ട് എന്ന് ഇവിടെ എഴുതാൻ പറയും. അതുപോലെ ഓറഞ്ച് എത്ര എണ്ണം ഉണ്ട്, മാംഗോ ഓരോന്നും ആകെ എത്ര എണ്ണം ഉണ്ട് എന്ന് എഴുതാൻ വേണ്ടിയിട്ടൊരു ബോക്സ് തരും. അപ്പോൾ ആപ്പിൾ എത്ര എണ്ണം? ഇവിടെ 4, ഇവിടെ 5. 4 + 5 എത്രയാ? 9 ആണ്. അപ്പോൾ ആപ്പിൾ 9. ഇനി ഓറഞ്ച് ഇവിടെ 5, ഇവിടെയോ 3. 5ഉം 3ഉം അല്ലേ, 5ഉം 3ഉം 8 ആണ്, 8. ഇനി മാംഗോ ഇവിടെ 2, ഇവിടെയോ 4. അപ്പോൾ 2 + 4 എത്രയാ? 2ഉം 4ഉം കൂട്ടിയാൽ 6 ആണ്. അപ്പം ഇതുപോലെ ഒരു വർക്ക് മക്കൾക്ക് ഉണ്ടാവും കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ മക്കൾ നോക്കിക്കേ. ഇവിടെ 18 18 കിട്ടാൻ ഏതൊക്കെ മാർഗ്ഗങ്ങളിൽ, ഏതൊക്കെ നമ്പേഴ്സ് കൂട്ടിയാൽ 18 കിട്ടും? അതുപോലെ ഇവിടെ ഒന്നും കൂടെ എഴുതിയിട്ടുണ്ട് 25 25. അപ്പം ഇതുപോലുള്ള ഒരുപാട് വർക്കുകൾ മക്കൾ ചെയ്ത് നോക്കുക കേട്ടോ. വേറെ വേറെ നമ്പേഴ്സ് ഇവിടെ ഇടുക, എന്നിട്ട് ചുറ്റുഭാഗം ഏതൊക്കെ കൂട്ടിയാലാണ് കിട്ടുക എന്ന് നോക്കുക. അപ്പോൾ 18 അല്ലേ, 18 നമുക്ക് ഏതൊക്കെ കൂട്ടിയാൽ കിട്ടും? 10 + 8 എത്രയാ? 10 + 8 18 ആണ്. അപ്പോൾ എളുപ്പത്തിന് മക്കൾ എന്ത് ചെയ്യുക? ഒന്ന് എഴുതിയാൽ പിന്നെ ഇവിടെ ഒന്ന് കുറയ്ക്കുമ്പോൾ ഇവിടെ ഒന്ന് കൂട്ടുക. അപ്പോൾ ഇവിടെ ഒന്ന് കുറയ്ക്കുമ്പോൾ എത്രയാ? 9 + ആ 1 ഇവിടേക്ക് കൂട്ടല്ലേ, അപ്പോൾ വീണ്ടും 9. ഇനി ഇവിടെ ഒന്ന് കുറയ്ക്കുക, ഇവിടെ ഒന്ന് കുറയ്ക്കുമ്പോൾ എത്രയായി? 8. അത് ഇവിടേക്ക് ഇടുമ്പോൾ ഇവിടെ 10 ആയി. അപ്പോൾ ഇതന്നെ സെയിം ആവില്ലേ, അപ്പോൾ അത് വേണ്ട. വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? 7 + 7നോട് എത്ര കൂട്ടുമ്പോഴാണ് 18 ആവുക? 11 11 അല്ലേ. പിന്നെ നമുക്ക് എങ്ങനെ എഴുതാം? 5 + 13. ഇത് മക്കൾക്ക് ഇഷ്ടമുള്ള എഴുതാം കേട്ടോ. നമ്പർ എങ്ങനെയായാലും ആ നമ്പേഴ്സ് വന്നിട്ട് 18 കിട്ടിയാൽ മതി. ഇനി 1 + 17 അങ്ങനെയും വേണമെങ്കിൽ എഴുതാം. 1 + 17, 2 + 16 അല്ലേ, 3 + 15 അങ്ങനെ ആയാലും എഴുതാം. അടുത്തത് 25 25 അപ്പം നമുക്ക് ഫസ്റ്റ് എന്തെഴുതാം? 20 + 5 25 ആണ്. പിന്നെ 10 + 15, പിന്നെയോ 11 + 14. പിന്നെ ഏതെഴുതാം മക്കളെ? ഇനി 24 + 1 അങ്ങനെ വേണമെങ്കിലും എഴുതാം. മക്കൾക്ക് ഇഷ്ടമുള്ള പോലെ ആ നമ്പർ കിട്ടുന്ന രീതിയിൽ ഇതുപോലെ കൂടുതൽ വർക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇവിടെ കുറച്ച് സംഖ്യാ കാർഡുകൾ തന്നിട്ടുണ്ട് അല്ലേ. അപ്പം നിങ്ങൾ ഇതിൽ നിന്നും എന്ത് ചെയ്യണം? 40യുടെയും 50യുടെയും ഇടയിലുള്ളത്, നടുക്കുള്ള സംഖ്യകൾ എടുത്തെഴുതാനാണ്. അപ്പോൾ ഏതൊക്കെയാണ്? 40ൻ്റെയും 50ൻ്റെയും ഇടയിലാണോ 30? അല്ല അല്ലേ, അപ്പോൾ അതല്ല. 44 ആണല്ലേ, 40 കഴിഞ്ഞിട്ടാണ് 44 അല്ലേ. 40യുടെയും 50യുടെയും എന്ന് പറയുമ്പോൾ 4 വെച്ച് തുടങ്ങുന്നതായിരിക്കും അല്ലേ. അപ്പോൾ 44, അപ്പോൾ ഒന്ന് ശരിയാണ്, അതെടുത്തെഴുതുക. പിന്നെ 42 ശരിയാണ്. 34 ശരിയാണോ? ഇല്ലല്ലേ, അപ്പോൾ തെറ്റാണ്. പിന്നെ 47 ശരിയാണ്. 4 തെറ്റാണല്ലേ. 9 ഉറപ്പായിട്ടും തെറ്റാണ്.
23 തെറ്റാണ്. പിന്നെ ഏതാണ് 11? ഇല്ല. 49 14ൻ്റെയും 15ൻ്റെയും നടുക്കാണ് അല്ലേ 49. പിന്നെ 16 തെറ്റാണ്. 41 ശരിയാണ് അല്ലേ 40 കഴിഞ്ഞിട്ടാണ് 41. അപ്പോൾ ഏതൊക്കെയാ 44 42 47 പിന്നെയോ 41. അപ്പോൾ ഇതേ നമ്പേഴ്സ് അല്ലാതെ നമ്പേഴ്സ് മാറി മാറി ഏതെങ്കിലും നമ്പേഴ്സിൻ്റെ ഇടയിലുള്ളത് കണ്ടുപിടിക്കാൻ പറയൂ കേട്ടോ. പിന്നെ ഇതേ കാർഡിൽ നിന്ന് തന്നെ നമ്മളോട് പറയും എന്ത് 25ൻ്റെയും 35ൻ്റെയും ഇടയിലുള്ള സംഖ്യ കണ്ടുപിടിക്കാൻ, നമ്പർ കണ്ടുപിടിക്കാൻ. അപ്പോൾ 25ൻ്റെയും 35ൻ്റെയും ഇടയിലുള്ള ഒരു നമ്പർ ഏതാണ്? 26 27 28 29 30 31 32 33 34 35. ആ നമ്പേഴ്സ് ഏതേലും വേണ്ടേ? അപ്പോൾ ഏതാ ഉള്ളത് 30. അപ്പോൾ അത് 30 എടുത്തെഴുതാം. പിന്നെ എന്താ ചോദിക്കുന്നത്? ഒരക്ക നമ്പർ അല്ലേ ഏതൊക്കെയാ ഇതിലുള്ളത്? ഏതൊക്കെയാ 4 9 അല്ലേ. പിന്നെ രണ്ടക്ക നമ്പർ ചോദിച്ചാൽ 11 16. അങ്ങനെ പല രീതിയിലും ഈ ഒരു സംഖ്യാ ബോർഡിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും കേട്ടോ. പിന്നെ അടുത്ത ചോദ്യം എന്താ വെച്ചാൽ ഇവിടെ കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട് 10 2 5 9 12 20. ഇതിൽ നിന്നും ഓഡ് വണ്ണും ഇവൻ നമ്പറും ഓഡ് നമ്പേഴ്സും ഇവൻ നമ്പേഴ്സും കണ്ടുപിടിക്കാനാണ് കേട്ടോ. ഏതൊക്കെയാ ഓഡ് നമ്പേഴ്സ് ഉള്ളത്? 5 9 അല്ലേ 5 9. ഇനി ഇവൻ നമ്പേഴ്സോ ഇരട്ട സംഖ്യകളോ ഏതൊക്കെയാ? 10 2 12 20. അപ്പോൾ ഇങ്ങനെയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അടുത്തത് പച്ചക്കറിത്തോണി എന്ന പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രവർത്തനമാണ് കേട്ടോ. മലയാളത്തിലാണ്. എന്താണുള്ളത്? ഞാനൊരു തടിയൻ മത്തങ്ങ ഉരുണ്ടിരിക്കും മത്തങ്ങ എന്നെ കാണാൻ ചേലുണ്ടേ ഗുണമോ പലതും എനിക്കുണ്ടേ. ഇതാരാണ് പാടുന്നത്? മത്തങ്ങയാണ് അല്ലേ, മത്തനാണ് പാടുന്നത്. അതുപോലെ മറ്റു പച്ചക്കറികൾ അവരെ കുറിച്ച് പാടുന്ന പാട്ട് മക്കൾ പൂരിപ്പിക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പം നമുക്ക് നോക്കാം. അടുത്തത് വെണ്ടയ്ക്കാണ് കേട്ടോ. അപ്പോൾ മക്കൾ ഓരോ പച്ചക്കറിയെ കുറിച്ചിട്ടും കുറച്ചൊരു 4 വരി പാട്ട് ഇതുപോലെ പഠിച്ചു വെക്കുക കേട്ടോ. എന്തായാലും പരീക്ഷയ്ക്ക് ഉണ്ടാവും. അപ്പോൾ വെണ്ടയ്ക്കയുടെ പാട്ട് എങ്ങനെയാ? ഞാനൊരു നീളൻ വെണ്ടയ്ക്ക നീണ്ടുമെലിഞ്ഞൊരു വെണ്ടയ്ക്ക എന്നെ തിന്നാൻ മടി വേണ്ട എന്നിൽ അനവധി ഗുണമുണ്ടേ. അടുത്തത് തക്കാളിയെ കുറിച്ചിട്ടുള്ള ഒരു പാട്ട് നോക്കാം അല്ലേ. ഞാനൊരു കുഞ്ഞൻ തക്കാളി ചുവന്ന സുന്ദരി തക്കാളി ഞാനില്ലാത്തൊരു കറിയുണ്ടോ എന്നിലെ ഗുണമോ അറിവുണ്ടോ. ഇതുപോലെ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. മക്കൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പാട്ടുണ്ടാക്കാം. അടുത്തത് വാഹനങ്ങളാണ് കേട്ടോ. ഞാനിവിടെ കുറച്ച് വാഹനങ്ങളുടെ പേരുകൾ എഴുതിയിട്ടുണ്ട്. ബസ്, അതുപോലെ കാറ്, ലോറി, സൈക്കിൾ, സ്കൂട്ടർ, ആംബുലൻസ്, JCB. ഇതൊന്നും അല്ലാതെ ഇഷ്ടംപോലെ വാഹനങ്ങളില്ലേ. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക? ആ വാഹനങ്ങളുടെ ചിത്രം കണ്ടാൽ അതേത് വാഹനമാണെന്ന് എഴുതാൻ പറ്റണം. അപ്പോൾ ഒരുപാട് വാഹനങ്ങളുടെ ചിത്രം നോക്കുക, എന്നിട്ട് അതിൻ്റെ പേരുകൾ എഴുതി നോക്കുക കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ചിത്രങ്ങൾ തന്നിട്ട് ഏത് വാഹനമാണ് എത്ര ഉണ്ട് എന്നൊക്കെ എഴുതാൻ പറയും. അപ്പം അതും കൂടെ ഒന്ന് മക്കൾ ശ്രദ്ധിച്ചു വെക്കണേ. ഇനി ഇവിടെ നോക്കിക്കുക മക്കളെ, ഇവിടെ 4 നക്ഷത്രങ്ങളെ വരച്ചിട്ടുണ്ടല്ലോ, 4 നക്ഷത്ര കൂട്ടങ്ങളെ വരച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കിക്കേ, ചിത്രത്തിൽ ആദ്യം തന്നെ ഇതുപോലൊരു ചിത്രം തന്നിട്ട് ഇതിലെന്താ ഫസ്റ്റ് ചോദ്യം? ചെറിയ 2 നക്ഷത്രങ്ങൾക്ക് പച്ച നിറം നൽകുക. അപ്പോൾ ഇതിലേതാ ചെറിയ 2 നക്ഷത്രങ്ങൾ? ഇവയാണല്ലേ. അപ്പോൾ ഇവയ്ക്ക് നിങ്ങൾ അതിൽ പറയുന്ന കളറ് കൊടുക്കുക. പിന്നെന്താ ചോദിക്കുന്നത്? വലിയ നക്ഷത്രത്തിന് ചുവപ്പ് നിറം നൽകുക. വലിയ നക്ഷത്രം ഏതാ? ഇതിലെ. അപ്പോൾ ഇവിടെ ചുവപ്പ്, ഇതിന് നിങ്ങൾ ചുവപ്പ് കൊടുക്കുക, ഇതിന് പച്ച കൊടുക്കുക. ഏത് കളറാണോ നിങ്ങളോട് ചോദിക്കുന്നത് അതിന് നിങ്ങൾ കളറ് കൊടുക്കുക. അടുത്തതോ ചിരിക്കുന്ന നക്ഷത്രത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറം കൊടുക്കാം. ഇതിലേതാ ചിരിക്കുന്ന നക്ഷത്രം? ഇതാണല്ലേ. നമുക്ക് മഞ്ഞ കൊടുത്താലോ? ഇതിന് നമുക്ക് മഞ്ഞ നിറം കൊടുക്കാം. ഇനി അടുത്ത ചോദ്യം ഇതിൽ ചോദിക്കുന്നത് പൂവ് പോലെയുള്ള നക്ഷത്രത്തിന് ഏതാ പൂവ് പോലെ നക്ഷത്രം? ഇതാണല്ലേ. ഇതിന് നടുക്ക് ഒരു കളറും ഇതളുകൾക്ക് മറ്റൊരു കളറും കൊടുക്കാൻ. അപ്പോൾ അതും മക്കൾ ചെയ്യാട്ടോ. ഇതുപോലെയുള്ള കളറ് കൊടുക്കാനുള്ളൊരു ചോദ്യം പ്രതീക്ഷിക്കാം. അടുത്ത ചോദ്യം, നമുക്കിവിടെ കുറച്ച് വാഹനങ്ങളുടെ പേരുകൾ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ചിത്രങ്ങൾ തരും. എന്നിട്ട് നമുക്ക് വേർതിരിക്കാൻ പറയും. എങ്ങനെ? കരയിലൂടെ, വെള്ളത്തിലൂടെ, പിന്നെ ഏതാണ്? ആകാശത്തിലൂടെ. അപ്പം ഇതിൽ കരയിലൂടെ പോകുന്നത് നമുക്ക് ഓരോ നോക്കല്ലേ. ബസ് ഏതിലെയാ?
കരയിലൂടെയാണ്. അപ്പോൾ നമുക്കിവിടെ ബസ് എഴുതാം. അടുത്തത് ലോറി, അതും കരയിലൂടെ തന്നെയാണ് അല്ലേ. ഇനി അടുത്തത് ഏതാണ്? വിമാനം. അപ്പോൾ ഏതാ, വെള്ളത്തിലൂടെയാണോ? അല്ല അല്ലേ, ആകാശത്തിലൂടെ. അടുത്തത് തീവണ്ടി, കരയിലൂടെ. അടുത്തത് ഏതാണ്? തോണി. തോണിയിലെയാ? വെള്ളത്തിലൂടെ. പിന്നെ റോക്കറ്റ്, ആകാശത്തിലൂടെ. റോക്കറ്റൊക്കെ പോകുന്ന മക്കൾ കണ്ടിട്ടുണ്ടോ? കപ്പൽ ഏതിലെയാ? വെള്ളത്തിലൂടെ. പിന്നെ ഹെലികോപ്റ്റർ, ആകാശത്തിലൂടെ. സൈക്കിള് കരയിലൂടെ. അപ്പോൾ കരയിലൂടെ പോകുന്ന വാഹനങ്ങളും വെള്ളത്തിലൂടെ പോകുന്ന വാഹനങ്ങളും ആകാശത്തിലൂടെ പോകുന്ന വാഹനങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കണം കേട്ടോ. പിന്നെ ഇതിൽ തന്നെ ഒരു ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉള്ളത്, ചക്രങ്ങളൊന്നുമില്ലാത്ത വാഹനം ഏതാണ്? തോണിയാണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇവിടെ ഓരോ നമ്പേഴ്സ് ഓരോ വില തന്നിട്ടുണ്ട് കേട്ടോ. 55, 31, 42, 16, 90 അല്ലേ. കാറിന് 55 രൂപ, സൈക്കിളിന് 31 രൂപ, ഓട്ടോയ്ക്ക് 42 രൂപ, ചെറിയ ബസ്സിന് 16 രൂപ, ട്രെയിനിന് 90 രൂപ. അപ്പോൾ ഇവിടെ ഇങ്ങനെ വിലകൾ തന്നിട്ടുണ്ട്. ഇതിനെ നമ്മൾക്ക് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതണം. അപ്പോൾ ഏതാണ് ഏറ്റവും ചെറുത്? 16 ആണ് അല്ലേ. ഇത് 1. പിന്നെ സെക്കൻഡ് ഏതാണ്? 2. 42 ആണ് അതിൻ്റെ വലുത്. പിന്നെ 55, ലാസ്റ്റ് 90 അല്ലേ. ഈ രീതിയിൽ എഴുതണം. അപ്പോൾ നമുക്ക് എഴുതാം 16, 31, 42, 55, 90 ഈ രീതിയിൽ എഴുതാം. ഇനി ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, സൈക്കിളും ബസ്സും വാങ്ങുന്ന സമയത്ത് എത്ര രൂപയാകുമെന്ന്. സൈക്കിളിന് എത്രയാ? 31 അല്ലേ. 31 ആണ്. ബസ്സിന് 16 ആണ്. അപ്പോൾ സൈക്കിളും ബസ്സും വാങ്ങുമ്പോൾ എത്ര രൂപയാന്ന് ചോദിക്കുമ്പോൾ എന്താ നമ്മൾ ചെയ്യുക? സൈക്കിളിൻ്റെ പൈസയും അല്ലേ, സൈക്കിളിൻ്റെ വിലയും ബസ്സിൻ്റെ വിലയും കൂടെ കൂട്ടണം. സൈക്കിളിന് 31 ആണ്, ബസ്സിന് 16 ആണ്. 31 കൂട്ടണം 16 എത്രയാ? 47. ഇനി നമ്മളോട് ചോദിക്കുകയാണ്, പിന്നെ ഓട്ടോയും കാറും ആണ് വാങ്ങുന്നതെങ്കിൽ ഓട്ടോയ്ക്ക് 42, 42ഉം കാറിന് 55, 55ഉം ആണ് അല്ലേ. അപ്പോൾ എത്രയാ? 55 + 42 എത്രയാണ്? 97, 97 ആണ് അല്ലേ മക്കളെ. അപ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. പിന്നെ നിങ്ങളോട് ചോദിക്കും, ഇതിൽ ഏറ്റവും കൂടുതൽ പ്രൈസ് ഏത് വാഹനത്തിനാണ്, ഏത് ടോയ്ക്കാണ് ചോദിക്കുന്ന സമയത്ത് ഏതാണ്? ട്രെയിൻ അല്ലേ, 90. ഏറ്റവും കുറഞ്ഞ പ്രൈസ് ഏതിനാണ്? 16, 16 ബസ്സിനാണ് അല്ലേ. അപ്പം അങ്ങനെയൊക്കെ ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മക്കൾക്ക് ക്ലാസ് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.